വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മലപ്പുറത്ത് ഇന്ന് അവലോകന യോഗം ചേരും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത്, അതീവ ജാഗ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നുണ്ട്. പ്രാദേശികമായുള്ള നിയന്ത്രണങ്ങളൊക്കെ നമുക്കറിയാം. ഈ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. വെന്റിലേറ്ററിലാണ് കുട്ടി നിലവിലുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ആരോഗ്യനിലയ്ക്ക് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ഈ സമ്പർക്ക പട്ടികയിൽ വന്നവർ, ഈ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ തുടരുന്നുണ്ട്. ഇവരുടെ സ്രവവും ഇന്ന് പരിശോധനയ്ക്കയക്കും. അതിലെ ഈ പരിശോധനാ ഫലവും വളരെ നിർണായകമാണ്. ഈ നിപ്പയെ സംബന്ധിച്ച് അത് ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ഈ പരിശോധനാ ഫലവും ഏറെ നിർണായകമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചും ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് വരുന്നതിന് സന്ദർശകർക്ക് വിലക്കുണ്ട്. മാസ്ക് നിർബന്ധമാണ് എന്നുള്ള കാര്യവും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. മോണോക്ലോണൽ ചികിത്സയ്ക്കാവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇന്ന് എത്തും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു നീക്കമാണ്. ശുഭസൂചകമായ വാർത്തകളിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു നീക്കം കൂടിയാണ് ഈ മോണോക്ലോണൽ ആന്റിബോഡി എത്തുക എന്നുള്ളത്. ഏതായാലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, അതിനെ മറികടക്കുന്നതിനായി വേണ്ട എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ പാണ്ടിക്കാട് മേഖലയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ജില്ലയിലൊട്ടാകെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കൂടാതെ ഈ മാസ്ക് നിർബന്ധമാക്കുക എന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ കൂടി നിലവിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് അവലോകന യോഗമടക്കം ചേരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ ഒരു സ്ഥിതിഗതികൾ ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 5 ദിവസം മുൻപാണ് ഈ കുട്ടി പനിയുമായി ഈ പ്രദേശത്തെ തന്നെ പാണ്ടിക്കാടുള്ള ഒരു ക്ലിനിക്കിലേക്ക് എത്തുന്നത്. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കുന്നു. പിന്നീടാണ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുന്നത്. അവിടെ നിന്ന് ഈ ഒരു ഈ കേരളത്തിൽ നിന്നുള്ളൊരു ടെസ്റ്റ് നടത്തുന്നു. അതിൽ ഈ നിപ്പ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം അയക്കുന്നു. അവിടെ നിന്നും പോസിറ്റീവാണ് ഫലം എന്നുള്ള റിസൾട്ട് വരുന്നു. ഇതോടെയാണ് വീണ്ടും സംസ്ഥാനത്ത് നിപ്പ എന്ന് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നുണ്ട് സർക്കാർ ആരോഗ്യ വകുപ്പ്. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് പുറത്തുവരാൻ പോകുന്നു. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ പ്രാദേശികമായി ഒരു മുന്നൊരുക്കം, ജാഗ്രത എന്നുള്ള നിലയിൽ ചില പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.